രാജേഷേ, എന്താ നീ ഇവിടെ കരിയോടന്നാ ഞാൻ പണി കൊണ്ടുപോയതാ. മനോജുണ്ടായിരുന്നു ഈ മൂല വരെ. അപ്പൊ അതൊന്നാണ് നടക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു. എന്നോട് സുനിലാണ് പറഞ്ഞത്, നീ ആ പാടത്തൊക്കെ കിടന്ന് ഇടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതൊന്നുമില്ല. എന്താ സംഭവം? ഒന്നുമില്ല. അവനെന്റെ കയ്യിൽ കിട്ടിയ ഞാൻ കൊല്ലും. നീ എന്തൊക്കെ പറയണ എന്റെ പൊന്നുമോനെ? അന്നാ സുനി വന്ന് പിടിച്ചാരനാ. ഇല്ലാന്നുണ്ടെങ്കില് അന്ന് ഞാൻ തീർക്കാവനെ. എന്റെ പൊന്നുമോനെ, നിന്റെ വീടിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ അമ്മയും പെങ്ങളും അച്ഛൻ രാഘവേട്ടൻ എത്ര പാവായിരുന്നടാ. നീയും പാവാണ്. പിന്നെ എന്തിനാ ഇതിലൊക്കെ പോയി പെട്ടത്? ആ വീടിനൊരു അത്താണിയാണ് നീ. നീ തമാശ കളിക്കില്ല. എനിക്കെന്നെ ഒരു അനിയനെ പോലെയാണ് ഞാൻ പറയുന്നത്. ഹരിയേട്ട ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്നും നോക്കാനില്ല. നീ മര്യാദക്ക് വണ്ടി എടുത്ത് ഓടാൻ പോയ നീ 3-4 ദിവസമായി നീ പോയിട്ട് പേട്ടയിലേക്ക്. എന്നോട് സുനിയ പറഞ്ഞ നീ അവിടെ ഇവിടെയൊക്കെ മണ്ടന്മാരെ നടക്കണത്. അതൊന്നും വേണ്ട. നീ വീട്ടിൽ പോവാന്ന് കേറിയ. ഇത് ബിജു സാറല്ലേ? ആ, നമസ്കാരം സാറേ. ആ, സാറിപ്പോ കോഴിക്കോടായിരുന്നു. ഇപ്പൊ എവിടെയുണ്ട്? മാതളത്ത് ഗോപി മകൻ വിഷ്ണു. അറിയോ ഇവനെ? നല്ല കണ്ടുപരിചയുണ്ട്. ആ, അന്തേട്ടാ ചേട്ടനെ, ഈ മാതളത്ത് ഗോപി മകൻ വിഷ്ണുവിനെ അറിയോ? മാതളത്തേര് കാരശ്ശേരി താമസം. ഇപ്പൊ എവിടെയൊന്നും അറിയില്ല. ഓ സാറേ, എന്താ സാറേ, പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആണോ? ഒരു മിനിറ്റ് സാറേ, വാളിച്ചിരി മൂട്ടയാ. കയ്യിൽ കിട്ടിയ പുറലോകം കാണില്ല. സാർ അതിലെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പാസ് ചെയ്തോളൂ. ഓ, തീർച്ചയായിട്ടും. സാർ ഇപ്പൊ ഏതുപടിയാന്ന് പറഞ്ഞു? ഇത് പാലുവേല. അപ്പൊ ഓക്കെ, ശരി സാറേ. ശരി. നമസ്കാരം. TWCയുടെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മോഹൻ. കാരിശ്ശേരി പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപത്തെ പറമ്പിൽ അജ്ഞാത മൃതദേഹം. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം ജീർണിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കുറച്ചു നാളുകളായി ഈ പരിസരത്ത് നിന്നും ദുർഗന്ധം പരക്കുന്നതായി നാട്ടുകാർ. പന്ത് കളിക്കാനെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചേലൊത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നിന്റെ തട്ടാരേ. കിട്ടാണ്ട് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചു വെക്കാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിടാ. വിനോദ്, നമ്മുടെ ചെക്കനൊരു സെക്കൻഡ് ഓട്ടോ വന്നടാ. അപ്പൊ ഞാൻ സെറ്റായിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്റെ നമ്പർ അവന് വാട്സപ്പിൽ കൊടുക്കാം. നീ ശരിയാക്കി കൊടുക്കട്ടാ. ഹരി, ഞാൻ നമ്പർ വാട്സപ്പ് ചെയ്ത് തരാം. ഹരിയെ, നിനക്ക് എന്തിനും ഓട്ടോ? അല്ല, പണ്ടന്നെ എനിക്കൊന്നും സമയമില്ലല്ലോ. കാറ് വാങ്ങിച്ചൂടെ? അതെ, ഓക്കെ ഓക്കെ.
ആൾക്കാർ ചോദിക്കണേ സ്വർണ്ണപ്പണിക്കാരന് എന്തിനാ ഇത്രയധികം പണിയുള്ളപ്പോ ഇതിന് ഓർഡർ ഇട്ടാണ്. എന്തോ അടപ്പത്ത് കിടക്കണതിലൊന്ന് ശ്രദ്ധിക്കട്ടാ, മൊബൈലിൽ തോന്നിക്കൊണ്ടിരിക്കാണ്ട്. വാട്സപ്പിലാരോ കൊറേ ലവ് ചിഹ്നം കൊണ്ടുവരട്ടാ. അത് നിന്റെ വല്ല കൂട്ടുകാരുടെ മക്കളൊക്കെയോ, നീ പേടിക്കണ്ട. ഏയ് അവരാരും അങ്ങനെ വിടാറില്ല. വൃത്തികെട്ട വാചകങ്ങളൊക്കെ വാദങ്ങൾ കഴിക്കില്ല. അതെ നമ്പർ നോക്കട്ടെ. അല്ലേ ട്രൂ കോളർ ഉണ്ട്, ഞാൻ ഒന്ന് അതിൽ അടിച്ചു കഴിഞ്ഞാലേ റിങ്ങിയുണ്ട്. വിഷ്ണു ഗോപി അവന്റെ ഫോട്ടോസ് കണ്ടിട്ട് അയ്യോ ഇവനാളൊക്കെ ചേട്ടാ MDMA കഞ്ചാവ് കേസുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു പുള്ളിക്കാരനാണ്. ഗോപിന്റെ മോനാണത്. നമ്പർ കിട്ടിയത് ഇത്രയും വലിയ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലില്ലേ, ഒറ്റക്കയ്യൻ ചാടി ആ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെയല്ലേ ഒരു മൊബൈൽ നമ്പർ കിട്ടാനായിട്ട്. നീ വേഗം അതൊന്ന് വേവിച്ച് റെഡിയാക്കിട്ടാ. എന്തോ എവിടെ പോയി കിടന്നു, വാതിലൊക്കെ തുറന്നിട്ട്. എന്തോ അത് ശരി, ഇവിടെ ഒന്ന് ഇപ്പത്തെ കിടക്കാനല്ലേ. എന്താ പറ്റണേ? എന്തോ എന്താ പറ്റിയ? എന്താ എന്താ പറ്റിയെന്ന് പറ. നിനക്കെന്താ പറ്റിയെന്ന് പറ. നീ മരിക്കാൻ പോവാന്ന് പറയാൻ കാരണം എന്തുണ്ടായേ? ഞാൻ ഇവിടുന്ന് പോകുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നീ എന്തുണ്ടായെന്ന് പറയുമ്പോ നീ എന്നൊക്കെ അറിയാറുണ്ട്. കാര്യം പറ. അവന്റെ ഫോണിലേക്ക് ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് അയച്ചു. കാണാൻ പറ്റാത്ത തരത്തിലുള്ള എന്റെ മുഖം വെച്ചിട്ട് ജയിച്ചിരിക്കണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായേ? അവൻ കളിച്ച് അതെ, നീ വേണ്ട ഡ്രസ് മാറിയ നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അവന്റെ കിടപ്പ് ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കാം. നീ എനിക്ക് വേണ്ട കേട്ടാ, അവൻ അവന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഭർത്താവിനെ കാണിക്കുക, പോലീസിൽ പരാതിപ്പെടുക. ഇത് ഇന്റർനെറ്റ് വഴി മുഴുവൻ നാട്ടുകാരെ കാണിക്കുന്നു. പിന്നെന്താണ് നിന്നോട് ആവശ്യപ്പെട്ട പറ. ഞാൻ കൂടെ കിടക്കുന്നു, എനിക്ക് ജീവിക്കണ്ടേ കേട്ടാ, മരിക്കാൻ പോവാ. എന്തോ നീ കരച്ചിൽ നിർത്തി എനിക്ക് ഈ കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എണീറ്റ് വാ. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഇന്നറിയണം. ആരെങ്കിലും പോകണം, നമുക്ക് അങ്ങോട്ട് മാറുന്നു സംസാരിക്കും. നാളെ രാവിലെ ഹരിയാട്ട സ്വർണ്ണപ്പണി കൊണ്ട് ബാംഗ്ലൂർക്ക് പോകും. വിഷ്ണു രാവിലെ 10 മണി കഴിയുമ്പോ വീട്ടിലേക്ക് പറയും. രാത്രി നീ പറഞ്ഞ ഒരു കാര്യങ്ങളും അവിടെ നടക്കില്ല. കൂട്ടുകിടക്കാൻ എന്റെ അമ്മായി വരും, അതുകൊണ്ടാ. നിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോസും ഫോട്ടോസും ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാം. എനിക്കൊരു വാക്കുള്ളോ? ആ വിഷ്ണു, ആരും കാണാതെ ആരും അറിയാതെ കാണാൻ വരാത്ത. ശരിയാട്ടം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു. കയ്യിൽ ഞാനും മറച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു.
ഒരു പെണ്ണിന് വേണ്ടത് എപ്പോഴും ആത്മധൈര്യമാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ലോകത്തില് ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലൊരു സംഗതിക്ക് കീഴടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളതിപ്പോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാണക്കേട് നമ്മളെ വിട്ടു പോവില്ല. എത്ര തലമുറകൾ നമ്മൾ കഴിഞ്ഞാലും ജനം ഇത് ആഘോഷിക്കും. പോലീസ്, കേസ്, കോടതി, മധ്യസ്ഥ ഇവർക്കൊക്കെ നമ്മൾ പിച്ചു ചിന്താൻ കിട്ടുന്ന ഒരു അവസരമാവും. അവന്റെ ആഗ്രഹം സാധിക്കട്ടെ. ഈ ജ്യൂസും കഷായമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മോളോട് കൊണ്ടുവച്ചു. ഈ കലാപരിപാടി എൻ്റെ അടുത്ത് വേണ്ട. ഇപ്പോ അപ്പൊ നീ ഇതിൽ വിഷം ചേർന്നിട്ടില്ലല്ലേ? എന്നാ പ്രിയഷ്ടം. സമാധാനമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഇതേപോലെ ഉറപ്പ് തീർക്കാൻ വരുമ്പോ ഇവിടെയുള്ളത് ആണുങ്ങളാണെന്നറിയുന്നതാ. മനസ്സിലായിട്ടോ? ഒത്തിച്ചേട്ടൻ ഉപയോഗിപ്പിക്കും.